ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ലോകത്തിൽ കത്തിപ്പടരുന്ന കാഴ്ച തന്നെയാണ്. ഇന്ന സ്ഥലമെന്നില്ല, എവിടെയും ആളിപ്പടരുക തന്നെയാണ്. ഹിന്ദിയിൽ ചെറുതായി തുടങ്ങിയ സിനിമ ആളിപ്പടരുന്നതും കാണുന്നു. സിനിമയുടെ 11 ദിനങ്ങളിൽ അമ്മാതിരി കൊടൂര ബുക്കിംഗാണ് സിനിമ കണ്ടത്. 12-ാം ദിനം തിങ്കളാഴ്ച അവധികൾ കഴിഞ്ഞിട്ട് എല്ലാവരും ജോലിക്കുമൊക്കെ പോകുന്ന, സ്കൂളുകളിൽ പോകുന്ന ദിനം. ഇന്നും ഗംഭീര തിരക്ക് തന്നെയാണ്. ടിക്കറ്റ് കിട്ടാനില്ലാത്ത തരത്തിലാണ്. അതായത് പല സ്ഥലങ്ങളിലും, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. രാവിലെ തൊട്ട് ഷോകൾക്ക് ഓറഞ്ച് മയം എന്ന് തന്നെ പറയും. അതാണ് ലോക. മികച്ച സിനിമകൾ ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ആളുകൾ കയറും. അത് ഇന്ന സീസൺ എന്നൊന്നുമില്ല. 11-ാം ദിനത്തിലെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ 1891 ഷോകളിൽ നിന്ന് 4,41,700ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി പറയുന്നു. അതായത് ശനിയാഴ്ച ദിനത്തേക്കാൾ ഏകദേശം 9,000 ടിക്കറ്റുകളുടെ കുറവാണ് കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 6,97,00,000 രൂപ സിനിമയുടെ ട്രാക്ട് കളക്ഷൻസായി ഫൈനൽ വന്നു. 92% അല്ലെങ്കിൽ 91.5% ഒക്യുപ്പൻസി. ഇന്നും സിനിമ നേടിയത് 7,15,00,000 രൂപയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ 7,20,00,000 എന്ന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് പറയാൻ കിട്ടുന്ന കഴിയും. 2 ദിനങ്ങൾ കൊണ്ട്, ഈ ശനി ഞായർ ദിനങ്ങൾ കൊണ്ട് മാത്രം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 14.5 കോടിയോളമാണ് നേടിയത്. വേൾഡ് വൈഡായിട്ട് സിനിമ 200 കോടി ഇന്ന് ടച്ച് ചെയ്യും. ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമാണ് സിനിമയ്ക്ക് കാണുന്നത്. ഈ ഒരു 12-ാം ദിനത്തിലും സിനിമ തൂക്കാൻ പോകുന്നത് 4 കോടിക്കും 5 കോടിക്കും ഇടയിലായിരിക്കും. ഒരുപക്ഷെ ഈവനിങ്ങിലേക്ക് വലിയ രീതിയിലൊരു കത്തിക്കാളിച്ചയുണ്ടായാൽ അത് 5 കോടിക്ക് മുകളിലേക്ക് പോകും. സ്റ്റഡിയായിട്ട് സിനിമ കഴിഞ്ഞ ഏകദേശം 7 ദിവസങ്ങളായിട്ട് 5 കോടിക്ക് മുകളിലാണ്. ആദ്യ 3 ദിനങ്ങളിൽ മാത്രമാണ് സിനിമയ്ക്ക് 5 കോടി ടച്ച് ചെയ്യാൻ കഴിയാത്തത് എന്ന് പറയാം. ബാക്കിയുള്ള ദിനങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ 4 ദിനങ്ങളിലും സിനിമ 6 കോടിക്ക് മുകളിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിനങ്ങളിൽ 7 കോടിക്ക് മുകളിലും. ഇത് സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ലോക അമ്മാതിരി ഒരു കൊടൂര തൂക്ക് തന്നെയാണ്. നമുക്ക് എറണാകുളം അല്ലെങ്കിൽ മെയിൻ സെൻറ്ററുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 20ഉം 24ഉം ഷോകളാണുള്ളത്. അവിടെയൊക്കെ തന്നെ വളരെ അധികം ഓറഞ്ച് മയം തന്നെയാണ്. PVR ലുലു നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 20ഓളം ഷോകൾ കാണാം. അതിനകത്തിൽ 2 ഷോകൾക്കാണ് ടിക്കറ്റ് പച്ച കത്തിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ഫോറം മാളിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള, അത് തന്നെയാണ് വലിയ അഡ്വാൻസ് സെയിലിലൂടെ സിനിമ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്താണേലും സിനിമ 200 കോടി എന്ന് അല്ലെങ്കിൽ എപ്പോഴാണ് അടിക്കുന്നതെന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.